വാരഫലത്തിൻ്റെ പുതിയൊരു പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ, അതായത് ഞായറാഴ്ച മുതൽ വരുന്ന ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രജാതരുടെയും ഫലമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമായ ആഴ്ചയായിരിക്കും. വസ്ത്രവ്യാപാരികൾ, അതുപോലെ തന്നെ ഹോട്ടലുകളും മറ്റും റെസ്റ്റോറൻറ്റുകളും മറ്റും നടത്തുന്നവർക്കും മികച്ച ആഴ്ച തന്നെയായിരിക്കും. കൂടാതെ ഷെയറിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ഭാഗ്യം അനുകൂലമാണ്. ലോട്ടറിയൊക്കെ എടുക്കാൻ പറ്റിയ സമയമാണ്. ആദ്യമായി നമ്മളിവിടെ പരിശോധിക്കുന്നത് മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണകരമായ ദിവസമായിരിക്കും. കർമ്മരംഗത്ത് പലവിധത്തിലുള്ള നേട്ടങ്ങൾ വന്നുഭവിക്കും. പ്രവർത്തന രംഗത്ത് നൂതനമായ മാറ്റങ്ങളുടെ സൂചന ദൃശ്യമാകും. പുതിയ ആദായ മാർഗങ്ങൾ തുറക്കും. അപ്രതീക്ഷിതമായ ധനാഗമം പ്രതീക്ഷിക്കാം. പൊതുവെ സന്തോഷകരവും സമാധാനകരവുമായ ദിവസങ്ങളും അതുപോലെ തന്നെ പൊതുവെ ആഴ്ചയും മികച്ചതായിരിക്കും. അടുത്തതായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ അര. ഈ രാശിക്കാർക്കും അനുകൂലമായ പരിണാമങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനമാർഗങ്ങൾ ഉയർന്നു വന്നേക്കാം. വസ്തുക്രയവിക്രയത്തിലൂടെ ധനനേട്ടം ഉണ്ടാകാൻ സാധിക്കും. പൊതുവെ ഗുണകരമായ ദിവസങ്ങളായിരിക്കും. വാരാന്ത്യം ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കിയേക്കാം. ചെറിയ ജാഗ്രത ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. അടുത്തത് മിഥുനം രാശിയിൽപ്പെട്ട മകയിരം അവസാന അരഭാഗം, തിരുവാതിര അതുപോലെ തന്നെ പുണർതം ആദ്യ മുക്കാൽ. നഷ്ടങ്ങൾക്ക് സാധ്യത. വ്യാപാര രംഗത്തുള്ളവർ സൂക്ഷിക്കുക. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ പറ്റിയ സമയമല്ല. പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാൻ പറ്റിയ സമയമല്ല. ബിസിനസ്സുകളിൽ സാഹസികതകൾ ചെയ്യുവാൻ ശ്രമിക്കാതിരിക്കുക. അശ്രദ്ധ കൊണ്ട് നഷ്ടങ്ങൾ വന്നേക്കാം. എല്ലാ കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കുക. അടുത്തത് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം അതുപോലെ തന്നെ പൂയം ആയില്യം. വ്യാപാര രംഗത്തുള്ളവർക്ക് വളരെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാം. ഏത് കാര്യത്തിലും അതീവ ജാഗ്രത പുലർത്തുക. ധനമിടപാടുകൾ നിമിത്തം ചില വിഷമതകൾ വന്നേക്കാം. ഷെയർ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭകരമായ ആഴ്ചയായിരിക്കും. അടുത്തത് ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം. ഇവർക്ക് ഈ വാരം പൊതുവെ ഗുണകരമായിരിക്കും. നൂതന മാർഗങ്ങളിലൂടെ ധനം കൈവരിക്കും. തീവ്രമായ പരിണാമങ്ങൾ ഗുണകരമായി വരും. വ്യാപാര രംഗത്തുള്ളവർക്ക് അത് വിപുലീകരിക്കുന്നതിന് ശ്രമിച്ചാൽ സാധിക്കും. കർമ്മരംഗത്ത് നിരവധി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. സന്തോഷകരവും സമാധാനകരവുമായ ദിനങ്ങളായിരിക്കും ഉള്ളത്. അടുത്തത് കന്നിരാശിയിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം അതുപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. അപ്രതീക്ഷിതമായി പ്രവർത്തന രംഗത്ത് ചില തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരാം. ധനം പാഴായി പോവുകയോ നഷ്ടം വരികയോ സംഭവിക്കാം. ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ടത് അത്യാവശ്യമാണ്. വളരെ ശ്രദ്ധാപൂർവം തന്നെ ഓരോ കാര്യവും നിർവഹിക്കേണ്ടത് വളരെ അത്യാവശ്യമായി കാണുന്നു. അടുത്തത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം, ചോതി അതുപോലെ തന്നെ വിശാഖം ആദ്യ മുക്കാൽ. നവീനമായ മേഖലകളിൽ പ്രവർത്തനം നടത്തും. സാമ്പത്തിക രംഗം വളരെ മെച്ചപ്പെടും. സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവർക്ക് വളരെയധികം സൗഭാഗ്യ സാധ്യത കാണുന്നുണ്ട്. വൈദ്യുത ഉപകരണങ്ങളുടെ വ്യാപാരം നടത്തുന്നവർക്കും ഗുണകരമായിരിക്കും. കർഷകർ വളരെയധികം ശ്രദ്ധിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങൾ വ്യാപാരം നടത്തുന്നവർക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയും മറ്റും സംഭവിക്കാം. അടുത്തത് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം, അനിഴം അതുപോലെ തന്നെ തൃക്കേട്ട. ഉദ്ദിഷ്ടകാര്യപ്രാപ്തി കൈവരും. വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും
സാങ്കേതിക മേഖലയിലുള്ളവർക്കും ഗുണകരമാണ്. ചിട്ടി, ഫൈനാൻസിങ് എന്നിവ നടത്തുന്നവർക്ക് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ വരാം. വലിയ വ്യാപാരികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഏത് കാര്യത്തിലും ജാഗ്രതയോടുകൂടി വേണം പ്രവർത്തിക്കുവാൻ. അടുത്തത് ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗം. വസ്ത്രവ്യാപാരികൾക്ക് അസാധാരണമായ നേട്ടങ്ങളും പ്രയോജനങ്ങളും ഉണ്ടാകും. സ്വന്തം പ്രയത്നത്തിലൂടെ അതീവ പ്രധാനമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കാർഷിക രംഗത്തുള്ളവർക്ക് ധാന്യ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ധാന്യവും കാർഷികോൽപ്പന്നങ്ങളും വ്യാപാരം നടത്തുന്നവർക്കും മികച്ച സമയമായിരിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടികളും നഷ്ടങ്ങളും ഉണ്ടായേക്കാം. അടുത്തത് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. ഈ രാശികളിൽ ജനിച്ചവർക്ക് ആഴ്ച ഗുണദോഷ സമ്മിശ്രമായ ഫലമായിട്ടായിരിക്കും വന്നു ചേരുക. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപൂർവ നേട്ടങ്ങൾക്കുള്ള അവസരം കാണുന്നുണ്ട്. IT മേഖലയിലുള്ളവർക്കും വളരെ ഗുണകരമായ കാലമാകുന്നു. വസ്ത്രവ്യാപാരികൾക്ക് നന്നായി ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഷെയർ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം തന്നെ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം അവസാന അരഭാഗം, ചതയം അതുപോലെ തന്നെ പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഉദ്ദിഷ്ടകാര്യപ്രാപ്തി ഉണ്ടാകും. വിപുലമായ ബിസിനസ് നടത്തുന്നവർക്ക് അശ്രദ്ധ കൊണ്ട് നഷ്ടങ്ങൾ സംഭവിക്കാം. രാസ ഔഷധ വസ്തുക്കളുടെ വ്യാപാരം നടത്തുന്നവർക്ക് ഈ കാലത്ത് ചില പ്രത്യേക നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് കഴിയുന്നതാണ്. കർഷകർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. അവസാനമായി മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി അതുപോലെ തന്നെ രേവതി. പരിശ്രമങ്ങൾക്ക് ഫലം ഉണ്ടാകും. IT മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അപൂർവ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സാങ്കേതിക ശാസ്ത്ര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വ്യാപാരമനുഷ്ഠിക്കുന്നവർക്ക് വിപുലമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. വസ്ത്ര വ്യാപാര രംഗത്ത് ഉള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഈ ആഴ്ചത്തെ ഫലം ഇവിടെ നിർത്തുന്നു. മറ്റ് ജ്യോതിഷ ഫലങ്ങളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.